നമസ്കാരം. ഉപതെരഞ്ഞെടുപ്പ് എന്ന് കേൾക്കുമ്പോഴേ മനസ്സിൽ കയറി വരുന്ന ചിലരുണ്ട്. അതിലൊന്ന് ജെയ്ക് സി തോമസും മറ്റേത് ഡബിൾ എ റഹീമിൻ്റെ ജോറാണ് എന്ന സംഘഗാനവുമാണ്. ജെയ്ക്കും റഹീമും ഒക്കെ അടങ്ങുന്ന സംഘം ഇനി നിലമ്പൂരിലായിരിക്കും പൂർതി. ജെയ്ക്കിനെ ഓർക്കാൻ ഇപ്പോൾ മറ്റൊരു കാരണം കൂടിയുണ്ട്. ദേശീയപാതയുടെ വീതി കൂട്ടിയ വിജയന് സ്തുതി പാടുന്ന ആ കെ അനിൽകുമാറും അരുൺകുമാറും ഒക്കെ അറിയാൻ ജെയ്ക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കണം. മനോരമയിലെ ചർച്ചയിലിരുന്ന് തെളിവ് സഹിതം ജെയ്ക്ക് നാണം കെട്ട പഴയ കഥ. അവരുടെ ശേഖരത്തിൽ അന്നത്തെ പ്രസ്താവനകളൊക്കെ ഭദ്രമായിട്ടിരിപ്പുണ്ട്. സഹജമായ ചമ്മലോടെയും അതിലേറെ മാനക്കേടോടെയുമാണ് അന്ന് ജെയ്ക്ക് ചർച്ചയിൽ നിന്നും തിരിച്ചു പോയത്. ദേശീയപാതയ്ക്ക് 45 മീറ്റർ വീതി ഉണ്ടായത് പിണറായി വിജയൻ്റെ ഇച്ഛാശക്തിയാണെന്ന് പറഞ്ഞതേ ഓർമ്മയുള്ളൂ ജെയ്ക്കിന്. പാത 30 മീറ്ററിൽ നിജപ്പെടുത്തണമെന്ന് സർവകക്ഷി യോഗത്തിൽ തീരുമാനമറിയിച്ചുകൊണ്ട് VS നടത്തുന്ന പ്രസ്താവനയും 45 മീറ്റർ എടുത്താലേ കേന്ദ്രം അനുവാദം തരൂ, അതിനാൽ ദേശീയപാതയുടെ വീതി കേന്ദ്രവുമായി സംസാരിച്ച് 45 മീറ്ററായി നിജപ്പെടുത്തിയെന്ന ഉമ്മൻചാണ്ടിയുടെ ബൈറ്റും അവർ പ്ലേ ചെയ്തു. അതോടെ ജെയ്ക്കിൻ്റെ ചോദ്യം ഇങ്ങനെയായിരുന്നു: ഇതിൽ നിന്നും ഒരൊറ്റ കാര്യം മനസ്സിലാക്കാമല്ലോ, ദേശീയപാതയ്ക്ക് ഇപ്പോൾ വീതി എത്ര? അതോടെ കോൺഗ്രസിലെ രാജു പി നായർ ഉളുപ്പുണ്ടോ ചെറുപ്പക്കാരാ എന്ന് പറഞ്ഞ് ജെയ്ക്കിനെ നാണം കെടുത്തി വിട്ടു. ശരിക്കും ഈ ജെയ്ക്കിൻ്റെ ഒക്കെ ജീവിതം ഒരു നിയോഗം മാത്രമാണ്. ഒറ്റത്തവണ തോറ്റുപോയ പി സരിന് 80,000 രൂപ ശമ്പളവും സ്റ്റേറ്റ് കാറും സമ്മാനമായി കിട്ടി. 3 തവണ തോറ്റ ജെയ്ക്കിനിപ്പോഴും അന്തിച്ചർച്ചയും ആളുകളുടെ പുച്ഛവും ഏറ്റുവാങ്ങേണ്ടി വരുന്നു. പേരിൽ ജയിക്കും മത്സരങ്ങളിൽ തോൽക്കുമാകുന്ന ഈ ചെറുപ്പക്കാരനൊക്കെ പാർട്ടി വല്ല വിലയും കൽപ്പിക്കുന്നുണ്ടോ? ചാനൽ ചർച്ചകളിൽ വെറുതെ കുറേ ബഹളം വയ്ക്കുക, മലർന്നു കിടന്ന് ന്യായീകരിക്കുക, അടിച്ചു പരത്തി സ്ഫുടം ചെയ്ത വാക്കുകൾ കൊണ്ട് മാത്രം എത്ര കാലം വിപ്ലവം ജയിക്കാൻ ഇവർക്കൊക്കെ കഴിയും? ഇങ്ങനെ ചർച്ചകളിൽ വന്ന് തേമ്പിത്തീരുന്ന ചാനൽ പോരാളികളെ പുനരധിവസിപ്പിക്കാനോ അവർക്കുള്ള പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാനോ CPM തയ്യാറാകണം. ഇല്ലെങ്കിൽ അവരോടും അവരുടെ കുടുംബത്തോടും ചെയ്യുന്ന ഒരു കഷ്ടമായിരിക്കും അത്. ഇവരെന്തെങ്കിലും ഒരു രാഷ്ട്രീയം പറഞ്ഞ് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ചാനൽ ചർച്ചകൾ എത്രയോ കാലമായി നമ്മൾ ശ്രദ്ധിക്കുന്നതാണ്. ഈ ചെറുപ്പക്കാരനൊരു രാഷ്ട്രീയ വിദ്യാഭ്യാസം എവിടെയെങ്കിലും കിട്ടിയതായി തോന്നിയിട്ടുണ്ടോ? ഇടവപ്പാതിക്ക് മാക്രി കരയുന്ന പോലെ വായ വലിച്ചു കീറി എതിരാളികളെ ദുഷിക്കുന്നതാണ് ചില ചർച്ചക്കാരുടെ ശൈലി. അതിൽ ഇടതും വലതും BJPയും എല്ലാം ഉണ്ട്. വലതുപക്ഷത്തിൻ്റെ പ്രതിനിധി, രാഷ്ട്രീയ നിരീക്ഷകൻ്റെ വേഷം കെട്ടിയയാൾ, കൂലിക്കെടുത്ത മാധ്യമപ്രവർത്തകൻ എന്നൊക്കെയാണ് ഈ ജയിക്കും മറ്റും ചാനൽ ചർച്ചയിൽ വരുന്ന എതിരാളികളെ സംബോധന ചെയ്യുന്നത്. ചിലപ്പോൾ അത്ഭുതം തോന്നിയിട്ടുണ്ട്. പണ്ട് CITU നേതാവും മുതിർന്ന കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്ന ആനത്തലവട്ടം ആനന്ദനൊക്കെ സഹപാനലിസ്റ്റുകളോടുള്ള സമീപനം കാണുമ്പോൾ ബഹുമാനപ്പെട്ട സുഹൃത്ത് ശ്രീജിത്ത് പണിക്കരെന്നും ബഹുമാനപ്പെട്ട ശ്രീ ജ്യോതികുമാർ ചാമക്കാല എന്നുമൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശേഷണങ്ങൾ. അത്തരക്കാരോട് പരിധി വിട്ട് സംസാരിക്കാൻ എതിരാളികൾ പോലും തയ്യാറാകില്ല. രാഷ്ട്രീയത്തിൻ്റെ അങ്കണവാടി പരീക്ഷ പോലും പാസ്സാക്കാത്ത ഈ ജയിക്കൊരിക്കൽ അഡ്വക്കേറ്റ് ജയശങ്കറുമായി ഏറ്റുമുട്ടി അണ്ണാക്കിൽ അമ്പ് കൊള്ളുന്ന ഒരു ചർച്ച വർഷങ്ങൾക്ക് മുമ്പ് കണ്ടിരുന്നു. സഭ്യമല്ലാത്ത വാക്കുകൾ കൊണ്ട് ജയിക്ക് അടിച്ചു കയറിയതിന് മറുപടിയായി ജയശങ്കർ പറഞ്ഞത് "ഒന്ന് പോടാ ഊളെ" എന്നായിരുന്നു. ഈശനെയും ബ്രഹ്മനെയും പേടിയില്ലാത്ത ജയശങ്കറിനെയൊക്കെ പിണറായി വിജയൻ്റെ വലിപ്പം പറഞ്ഞ് മനസ്സിലാക്കാൻ ചെന്നാൽ എങ്ങനെയിരിക്കും? ജയിക്കിൻ്റെയൊക്കെ വല്യേട്ടന്മാരായി ചർച്ചയ്ക്ക് വന്നുകൊണ്ടിരുന്ന റിയാസും ഷംസീറും എല്ലാം അരോചകമായ വാക്കുകൾ കൊണ്ട് എതിരാളികളെ ആക്ഷേപിച്ചവരായിരുന്നു. സഹപാനലിസ്റ്റുകളെ വാനനിരീക്ഷകൻ, വിഷപ്പട്ടി എന്നൊക്കെ വിശേഷിപ്പിച്ചവരാണിവർ. കമ്മ്യൂണിസം ചാനൽ ചർച്ചയിലും തെരുവിലും തോറ്റുപോകുന്ന പ്രധാന കാരണം ഇവരുടെയൊക്കെ ഊച്ചാളി വർത്തമാനങ്ങളും പ്രകടനങ്ങളുമാണ്. ഈ സഖാക്കൾ ജീവിത പരിസരങ്ങളിലൊന്നും സാധാരണ മനുഷ്യരുമായി ഇണങ്ങുന്നവരല്ല. അല്ലെങ്കിൽ തന്നെ കമ്മ്യൂണിസം മണ്ണിൽ നിന്നും മനുഷ്യജീവിതത്തിൽ നിന്നും അകന്നു പോയിട്ട് എത്രയോ കാലമായി. നന്ദി.